എല്ലാവർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഹാസ്, ഹാവ്, ഹാഡ്. ഇതൊരു യൂസ് ആണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഹാസും ഹാവും എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുക? പ്രസന്റ് ടെൻസിലാണ് ഹാസ് ആൻഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഹാവ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ബേസ് ഫോം. ഹാവിൻ്റെ പല ഫോംസ് ആണ് ഹാസും ഹാഡും. നമ്മൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നത്. നമ്മളൊരു പൊസഷൻ കാണിക്കാൻ വേണ്ടി, നമുക്കൊരു കാര്യം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സാധാരണ നമ്മൾ ഹാസും ഹാവും ഹാഡൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഈ ഹാസും ഹാവും ഹാഡും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹാസും ഹാവും ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസിലാണ്. ഇതിൻ്റെ മലയാളം അർത്ഥം എന്ന് പറയുമ്പോഴേക്കും ഉണ്ടെന്നാണ്. ഹാസിൻ്റെ ഹാവിൻ്റെ മലയാള അർത്ഥം ഉണ്ടെന്നാണ്. എന്നാൽ ഹാഡിൻ്റെ അർത്ഥം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഹാഡ് ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിലും ഹാസും ഹാവും ഉപയോഗിക്കുന്ന പ്രസന്റ് ടെൻസിലുമാണ്. ഇനി ഹാസ് എവിടെ ഉപയോഗിക്കുന്നു, ഹാവ് എവിടെ ഉപയോഗിക്കുന്നു? ഹാസ് ഉപയോഗിക്കുന്നത് സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ ഹാസ് ഉപയോഗിക്കുക. ഷീ ഹാസ്, ഹി ഹാസ്, ഇറ്റ് ഹാസ്, മരിയ ഹാസ്, അല്ലെങ്കിൽ മാർട്ടിൻ ഹാസ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹാസ് ആണ്. എന്നാൽ പ്ലൂറൽ ആയിട്ടുള്ള സബ്ജക്റ്റ് വരുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഹാവ് ആണ്. ഐ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണെങ്കിലും ഐയുടെ കൂടെ ഉപയോഗിക്കുന്നത് എപ്പോഴും ഹാവ് ആയിരിക്കും. ഐ ഹാവ് എ കാർ, എനിക്കൊരു കാർ ഉണ്ട്. ഷീ ഹാസ് എ കാർ, അവൾക്കൊരു കാറ് ഉണ്ട്. ഹി ഹാസ് എ കാർ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പം ഹാസും സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ ഹാവ് ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് ഉണ്ടായിരുന്നു, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴാണ് ഐ ഹാഡ് എ കാർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഷീ ഹാഡ് എ കാർ എന്ന് പറയും. ആ പാസ്റ്റ് ടെൻസിൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്നത് ഹാഡായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു സപ്പോർട്ടീവായിട്ടുള്ള ഹെൽപ്പിംഗ് വെർബായിട്ട് നമ്മൾ ഹാസും ഹാവും ഹാഡും ഉപയോഗിക്കാറുണ്ട്. ഇനി എന്താണ് സപ്പോർട്ടീവ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ്? ഇനി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുമ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബിൻ്റെ മൂന്നാമത്തെ ഫോമാണ്. അപ്പോൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഹാസും അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. I have just completed my examination. I have just completed my OET examination. I have just completed my house construction എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഷീ വരുമ്പോഴേക്കും ഷീ ഹാസ് ഉപയോഗിക്കുക. ഷീ ഹാസ് കംപ്ലീറ്റഡ്, ഐ ഹാവ് കംപ്ലീറ്റഡ്. അങ്ങനെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ടെൻസായിട്ട് നമ്മൾ ഹാസും ഹാവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.